കുട്ടിക്കഥ 16. നക്ഷത്രങ്ങളെ രക്ഷിച്ച കുറുക്കൻ. ഉയർന്ന പൈൻമരങ്ങൾക്കു നടുവിൽ ഒരു കൊച്ചു കുറുക്കൻ താമസിച്ചിരുന്നു. അവന്റെ രോമം പൊന്നിൽ നിറത്തിൽ തിളങ്ങും. അവന്റെ കണ്ണുകളോ ആകാശത്തിന്റെ നിറം പോലെയും. ഒരു രാത്രി പുൽമേടയിലൂടെ നടക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണാനില്ല. അതവൻ ശ്രദ്ധിച്ചു. കാരണം കണ്ടെത്തലെന്നുറപ്പിച്ച് അവൻ വലിയൊരു മലമുകളിൽ കയറി. അവിടുന്ന് നോക്കിയപ്പോഴതാ മിന്നുന്ന ഒരു പാത അവൻ കണ്ടു. ആ വഴി ചെന്നെത്തിയതോ ഒരു മിന്നുന്ന മരപ്പൊത്തിലായിരുന്നു. അത് കണ്ടതും അവൻ പറഞ്ഞു, ഇത് നമ്മുടെ കുഞ്ഞിക്കിളിയുടെ വീടല്ലേ? എന്താ അവിടെ എങ്ങനെയൊരു തിളക്കം? പെട്ടെന്ന് അവന് മനസ്സിലായി, കുഞ്ഞിക്കിളിക്ക് തിളങ്ങുന്ന വസ്തുക്കൾ പ്രിയപ്പെട്ടതാണ്. നോക്കുമ്പോഴതാ കുഞ്ഞിക്കിളി ചാക്കിൽ നിറയെ നക്ഷത്രങ്ങൾ പറക്കിക്കൂട്ടിയിരിക്കുന്നു. അവൻ കുഞ്ഞിക്കിളിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇത് ആകാശത്തിൻ്റെതാണ്, ഇത് നിനക്കുള്ളതല്ല. അത് കേട്ടതും കുഞ്ഞിക്കിളി ആ ചാക്കുമായി വേഗം പറന്നുപോയി. അത് കണ്ടതും കുറുക്കൻ അതിനെ പിന്തുടർന്നു. കുഞ്ഞിക്കിളി പോയത് മലമുകളിലേക്കായിരുന്നു. കുറുക്കന് കാട് മുഴുവനും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു കുറുക്കു വഴിയിലൂടെ വേഗം തന്നെ മലമുകളിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു വെള്ളിത്തവി കിടക്കുന്നത് അവൻ കണ്ടു. അവൻ വേഗം തന്നെ അതെടുത്ത് കുഞ്ഞിക്കിളിക്ക് കാണുന്ന പാകത്തിൽ അവിടെ വെച്ചു. അവൻ അവിടെ നിന്ന് മാറി നിന്നു. കുഞ്ഞിക്കിളി അത് കണ്ടതും പറന്നു വന്ന് ആ തവി എടുത്തു. ഈ തിളങ്ങുന്ന വസ്തു എന്താണെന്ന് വിചാരിച്ച് അവൾ ആലോചിച്ചു നിന്നു. അപ്പോൾ തന്നെ നമ്മുടെ കുറുക്കൻ ചാടി വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന നക്ഷത്രങ്ങളുടെ ചാക്കെടുത്തു. അത് കണ്ടതും കുഞ്ഞിക്കിളി അമ്പരന്നു പോയി. കുറുക്കൻ അവളോട് പറഞ്ഞു, നീ ആ തിളങ്ങുന്ന തവി എടുത്തോളൂ, പക്ഷേ ഇനി ഒരിക്കലും നക്ഷത്രങ്ങൾ മോഷ്ടിക്കരുത്. അവൾ അത് സൂക്ഷിച്ചു നോക്കി. തനിക്കെന്തോ വലിയ വസ്തു കിട്ടിയെന്ന ഭാവത്തിൽ അവൾ സന്തോഷിച്ചു. അവൾ അതെടുത്ത് പറന്നുപോയി. കുറുക്കനാകട്ടെ തന്റെ കയ്യിലിരുന്ന ചാക്കിൽ നിന്ന് വേഗം തന്നെ നക്ഷത്രങ്ങളെ പറത്തിവിട്ടു. ആഹാ, രാത്രി വീണ്ടും മിന്നി മറഞ്ഞു. അത് കണ്ട് അവിടെയുള്ള അവന്റെ കൂട്ടുകാർ അവനോട് നന്ദി പറഞ്ഞു. അവനും സന്തോഷമായി. രാത്രി മുഴുവൻ അവൻ ആകാശത്ത് നോക്കിയിരുന്നു. കൂട്ടുകാരെ, നമ്മുടേതല്ലാത്തത് സ്വന്തമാക്കാൻ പാടില്ല. പങ്കുവെച്ചാൽ ലോകം കൂടുതൽ മനോഹരമാകും. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി വേഗം വരാം. ബായ് കൂട്ടുകാരെ.